ഈ പൊളിറ്റിക്കലായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പല രാജ്യങ്ങളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ യൂത്ത് ഭയങ്കര രാഷ്ട്രീയമുള്ളവരാണ്. പക്ഷെ ഇന്ത്യയിലെ യൂത്ത് വളരെ ഡീസെൻസിറ്റൈസ്ഡ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ. ഈ ഒരു കോക്രോച്ച് ജനതാ മൂവ്മെന്റ് എന്ന് പറഞ്ഞ ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മൂവ്മെന്റ് വന്ന ശേഷം ഞാൻ കണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ പല പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റുഡൻസും എൻ്റെ ഏജ് ഗ്രൂപ്പിൽ വരുന്നവരെ ഒരു രാഷ്ട്രീയവും നേരത്തെ ഇല്ലാതിരുന്ന ആൾക്കാരും ഒരു ഇൻട്രസ്റ്റ് കാണിക്കുകയും ഇതിന്റെ ഭാഗമാകണം, ഞാനും ഇതിൽ ആക്റ്റീവായിട്ട് നിൽക്കേണ്ട ഒരാളാണ്, നമ്മളെല്ലാവരും ഇതിൽ പങ്കെടുക്കേണ്ട ആൾക്കാരാണെന്ന് മനസ്സിലാക്കി. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. പൊളിറ്റിക്കലായിട്ടുള്ള ആൾക്കാരെയും പൊളിറ്റിക്സിലോട്ട് ആകർഷിക്കാൻ ഇതിന് സാധിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര നല്ലൊരു ഇതായിട്ട് തോന്നി. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഇങ്ങനെ ഒരു സംഭവം വന്നാൽ ഇറങ്ങാൻ റെഡി ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലോട്ടും അതിനുള്ള ഒരു കേപ്പബിലിറ്റീസ് ലൈക്ക് ഓർഗനൈസിങ് സ്കിൽസ് ഒക്കെ ഇതാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല യൂത്തിനെ. ഇവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കാലങ്ങളായി കോൺഗ്രസ് പറയുന്നതാണ്. അപ്പൊ ഞങ്ങളത് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സ്പേസ് ഇവർ കവർന്നെടുക്കുന്നോ, കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു മൂവ്മെന്റ് കവർന്നെടുക്കുന്നോ എന്ന ഭയമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്നത് തന്നെയാണ് അവരും പറയുന്നത്. ഈ മീശി വെച്ചിന് കരയിലട കഴുതേ, വെള്ളം വീണ് ഇനി അത് വളരും. സമീപ രാജ്യങ്ങളിലൊക്കെ ഇത്തരം ജെൻസി മൂവ്മെന്റുകളാണ് അവിടുത്തെ സർക്കാരുകളെ താഴെ ഇറക്കിയത്. ആ ഭയം നരേന്ദ്രമോദി ഭരണകൂടത്തിന് ഉള്ളത് കൊണ്ടാണ് പെട്ടെന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ഏകാധിപത്യത്തിന്റെ പ്രവണതയാണ്. അത് നരേന്ദ്രമോദി ഭരണകൂടം കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവർ എക്സക്കോട്ട് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുന്നത്. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. ഏത് ഈ വിരമിച്ച ചീഫ് ജസ്റ്റിസുമാർ, വിരമിച്ച ജഡ്ജിമാർ, അവർ രാജ്യസഭയിലേക്ക് ഒരു പാർട്ടിയുടെ നോമിനിയായി വരുന്നത് വലിയ മെസ്സേജാണ് കൊടുക്കുന്നത്. അവർക്ക് അധികാരത്തിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വഴങ്ങി തന്നാൽ അധികാരത്തിന്റെ വെളിയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സുഖവാസം, നിങ്ങളുടെ റെസ്റ്റ് ലൈഫ് ഒരു ഹാപ്പി ലൈഫാക്കി മാറ്റാം എന്നൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് എന്നത് കാലങ്ങളായി കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ സമരം ചെയ്യുന്നുമുണ്ട്. വസന്ത് പറയുന്നുണ്ടായിരുന്നു, കോൺഗ്രസ് ഉന്നയിക്കുന്ന ആവശ്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. അതായത് ജസ്റ്റിസുമാരായിട്ടുള്ള ആൾക്കാരും തന്നെ എന്താണ് രാജ്യസഭ നോമിനേറ്റഡ് രാജ്യസഭയിലേക്ക് എത്തരുത് എന്നുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് അറിയില്ല എന്ന് തോന്നുന്നു, രംഗനാഥ് മിശ്ര എന്ന് പറയുന്ന ഒരു ഫോമർ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആളെ രാജ്യസഭയിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് തന്നെയാണ്. അതുപോലെ തന്നെ ബഹാറുൽ ഇസ്ലാമിനെ രാജ്യസഭയിലേക്ക് എത്തിച്ചത്, അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു, അദ്ദേഹത്തെയും രാജ്യസഭയിൽ എത്തിച്ചിരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന് ഈ ആഴ്ചയ്ക്ക് നിലപാട് മാറുമോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എനിക്കറിയില്ല. ചീഫ് ജസ്റ്റിസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി മറ്റൊരു പദവിയിലിരിക്കുന്ന ഒരാളായിക്കോട്ടെ, അദ്ദേഹം ഈ രാജ്യത്തെ ഒരു പൗരനാണ്. അദ്ദേഹത്തിന് നാളെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മത്സരിക്കാൻ അവകാശമില്ല എന്ന് നിങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഭാഗം വെച്ചിട്ടാണ് നിങ്ങൾ വാദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഇനി നാളെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ നിയമസഭയിൽ മത്സരിക്കും, അല്ല ലോക്സഭയിൽ മത്സരിക്കും, ചിലപ്പോൾ രാജ്യസഭയിൽ മത്സരിക്കും. അത് ഓരോരുത്തരും ഒരു പൗരന്റെ അവകാശമല്ലേ. ഈ പൗരൻ ഇതിന് അവകാശമില്ല എന്ന് നിങ്ങൾ എങ്ങനെയാണ് പോയിട്ട് പറയാൻ പോകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അതല്ല ഉദ്ദേശം, മാറി. ആരൊക്കെ വന്നു ആര്യ അതിന്? ആരൊക്കെ ഇവിടെ വന്നു? ജിഗ്നേഷ് മേവാനി വന്നു, രാവൺ ചന്ദ്രശേഖർ വന്നു, ഹാർദിക് പട്ടേൽ വന്നു, അരവിന്ദ് കേജ്രിവാൾ വന്നു, രാകേഷ് ടിക്കായത്ത് വന്നു. ഇനിയും പലരും വരുന്നേ, ഇനിയും പലരും വരും, ഇനിയും പലരും പോവും. ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ജോർജ് സോറോസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനകത്ത് ഇനി പലതും ചെയ്യും. നമുക്കിതൊക്കെ കാണാതെ നമ്മൾ ഇവിടെ തന്നെ ഇല്ലേ, നമ്മൾ ആരും ഇവിടെ നിന്ന് ഓടിപ്പോകുന്നൊന്നുമില്ലല്ലോ. അവര് ചെയ്തോട്ടെ, നോ ഇഷ്യൂ.